എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. ആദ്യമൊക്കെ നമ്മുടെ ചാനലിൽ ഫുഡിൻ്റെ വീഡിയോസ് മാത്രമായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് ഫുഡ് വിത്ത് വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കണ്ട് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് രാവിലെ മുതലുള്ള ഒരു ഉച്ചവരെയുള്ള വ്ളോഗ് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ തന്നെ മോള് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളെ ഞാൻ വിളിക്കുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മോളെ എഴുന്നേൽപ്പിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഒന്നിനും സമ്മതിക്കില്ല ചെയ്യാനായിട്ട്. അപ്പോൾ അവളെ പതുക്കെ എഴുന്നേൽപ്പിച്ചു. പിന്നെ മൂത്ത ആൾ സ്കൂളിലോട്ട് പോയി കേട്ടോ. അവൾക്ക് 6:45 അങ്ങനെ ആകുമ്പോഴത്തേക്കും വണ്ടി വരും. അപ്പോൾ അവൾ പോയി. ഇപ്പോൾ സമയം ഏകദേശം 8-8:30 ആയിട്ടുണ്ട്. അപ്പോൾ മോളെ എഴുന്നേൽപ്പിച്ച് അവളെ ഞാൻ ആദ്യം ബ്രഷ് ചെയ്യിക്കുകയാണ്. ബ്രഷ് അവൾക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ബ്രഷ് അവൾക്ക് സ്വന്തമായിട്ട് ചെയ്യണം. പക്ഷേ സ്വന്തമായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വൃത്തിയാവില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്യിക്കുകയാണ്. നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ട ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചപ്പാത്തിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ചപ്പാത്തിക്ക് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഞാൻ സോഫയിൽ ഇരുത്തിയിട്ട് പതുക്കെ ചപ്പാത്തി ചുടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഇനി ഒരു ചപ്പാത്തി മാത്രമേ അവൾക്ക് വേണ്ടിയിട്ട് ചുടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് ചുട്ടിട്ടെടുക്കുകയാണ്. പിന്നെ ഈ ഒരു ചപ്പാത്തിയുടെ കൂടെ പാലാണ് കേട്ടോ ഞാൻ അവൾക്ക് കൊടുക്കാറ്. ചായ അങ്ങനെ കൊടുക്കാറില്ല. പാൽ അവൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കുടിച്ചോളും. പാല് കുറച്ച് പഞ്ചസാര ഇട്ട് ഇളം ചൂടോട് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. അപ്പോൾ അത് കുടിച്ചോളും. അപ്പം പാലും ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പതുക്കെ കഴിക്കുള്ളൂ. പതുക്കെ സാരമില്ല, പക്ഷേ ഒരുപാട് ടൈം എടുക്കും കഴിക്കാനായിട്ട്. എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞ് പതുക്കെ കൊടുത്ത് നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ വേണം ഓരോ ബ്രേക്ക്ഫാസ്റ്റല്ല ഓരോ ഭക്ഷണങ്ങളും കഴിച്ച് പോകാനായിട്ട്. അപ്പോൾ ഞാൻ പതുക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ കയ്യിൽ ഞാൻ ഫോണ് കൊടുക്കാറുണ്ട് ഈ ഒരു ഭക്ഷണം കൊടുക്കുന്ന ടൈമിൽ മാത്രം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫോൺ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പതുക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കഥകളൊക്കെ പറഞ്ഞിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി ഞാൻ പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഒരു ചപ്പാത്തി ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചവച്ചിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അവൾ സോഫയിൽ ഇരുന്നിട്ട് പതുക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് കിച്ചണിലോട്ട് പോവാം. കിച്ചൺ അത്യാവശ്യം ഒരു അലങ്കോലായിട്ട് കിടക്കാൻ കേട്ടോ. കാരണം നമ്മൾ രാവിലെ ചപ്പാത്തി ചുട്ടതുകൊണ്ട് ആ ഒരു ചപ്പാത്തി പൊടിയുടെ കാര്യങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ മൊത്തമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വെച്ചു. അപ്പോൾ കൗണ്ടർ ടോപ്പ് തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ലഞ്ചിൻ്റെ പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ മോളുടെ പേര് ക്ഷേത്ര എന്നാണ്. അപ്പോൾ ഷേത്തു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഷേത്തു സോഫയിൽ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. അവൾ കളിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പണി എടുത്ത് വെക്കാനായിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് ബോറൊക്കെ അടിച്ച് വിശപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ അതിന് പെട്ടെന്ന് പണികൾ എടുത്ത് നോക്കുകയാണ്. അതിനിടയിൽ ഷേത്ത് വന്നിട്ട് അവളുടെ ഒരു കുഞ്ഞു ബോട്ടിലാണ് ഇട്ടത്. അപ്പോൾ അതിൽ പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി തനിയെ അങ്ങോട്ട് കുടിച്ചോളും. അപ്പം ഞാൻ പാല് ബോട്ടിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് അവൾക്ക് ഇളം ചൂടിൽ കൊടുത്ത്, ഞാൻ പറഞ്ഞില്ലേ പാല് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ആ ഒരു ബോട്ടിൽ പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുടിച്ചോളും കേട്ടോ. അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല. മൂത്താളുടെ പേര് ലക്ഷ്യ എന്നാണ്. അപ്പോൾ ലക്ഷ്യ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ബോറടിയാണ്. സ്കൂളിൽ നിന്ന് അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കൂടെ അങ്ങ് കഴിച്ചോളും. പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയാണ് കേട്ടോ, ഒറ്റയ്ക്കായതുകൊണ്ട്. അപ്പോൾ ഞാൻ പാല് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് ആറ്റിയിട്ട് അവളുടെ ഒരു കുഞ്ഞു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതും കൊണ്ട് അത് കഴിയുന്നവരെ സോഫയിൽ അവിടെ ഇരുന്നിട്ട് അതങ്ങനെ കുടിച്ചോളും കേട്ടോ. പാലെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ചായ ഞാൻ കൊടുക്കാറുമില്ല, അവൾ കുടിക്കാറുമില്ല. അപ്പോൾ പാലാണ് ഇതുപോലെ ഞാൻ കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഒരു സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, സൈറ്റിൽ പോയിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരും. അപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലഞ്ചിന് നമുക്കിന്ന് കൊഞ്ചുണ്ട്. അപ്പോൾ കൊഞ്ചിൻ്റെ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കൊഞ്ച് തേങ്ങ അരച്ചിട്ടൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് മുളകിട്ടിട്ട് ഒന്ന് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു നാടൻ രീതിയിലുള്ള ഒരു കൊഞ്ച് മുളക് കറി കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ
അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ കൊഞ്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് നോക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ നേരെ ഈ ഒരു സൈഡിൽ നേരെ ഫ്രണ്ടിൽ ഈ ഒരു ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടിട്ട് പോകുന്ന ആ ഒരു കാര്യമാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഈ കാണുന്നത് സ്കൂളാണ് കേട്ടോ. ഞങ്ങളുടെ വിൻഡോയിൽ കൂടി പുറത്ത് കാണുന്ന ആ ഒരു വ്യൂ ആണിത്. കണ്ടോ, ഇതാണ് ഈ സ്കൂളാണിത്. ഒരു ബോയ്സ് സ്കൂളാണ് കേട്ടോ ഇത്. അപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ 6:30 അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 12 ഇങ്ങനെയൊക്കെയാണ് കഴിയുന്ന ടൈം. അപ്പോൾ ഏകദേശം ഒരുവിധം മക്കളൊക്കെ പോയി. അപ്പോൾ ആ ഒരു കാര്യമായിരുന്നു ഞാനിങ്ങനെ ജനലിൽ കൂടി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. നമ്മൾ കിച്ചണിൽ നിന്നാണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊഞ്ച് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇടുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടിടുക. എന്നിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിരുമ്മി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ആ ഒരു കൊഞ്ചിലൊക്കെ നന്നായിട്ട് മുളകും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ചോട്ടെ. അതുവരെ നമുക്കൊരു 10 മിനിറ്റ് മതി. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, അതേപോലെ ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിന് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു നാടൻ കറിയാണ്. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതും ചോറും മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. കാരണം അത്ര ടേസ്റ്റാണ്. ഒന്ന് നാടൻ രീതിയിലുള്ള കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. കാരണം എനിക്ക് ഇളയാൾ ചെറുതായത് കൊണ്ട് ഞാൻ ഒരുപാട് എരിവ് ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും മുളക് പൊടിയും ഒക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പച്ചമുളക് ഞാൻ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരല്ലി വെളുത്തുള്ളി കേട്ടോ. ഒരുപാട് വേണ്ട വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളി മാത്രം മതി. പിന്നെ ഒരു 5-6 കുഞ്ഞുള്ളി, ചെറിയ ഉള്ളിയാണ്. അതും തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇനി നമ്മൾ നേരത്തെ ഈ ഒരു കൊഞ്ചിൻ്റെ ചട്ടിയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് തക്കാളി, അതേപോലെ പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ തക്കാളി നമ്മുടെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് കൂടി കഴിഞ്ഞാൽ നല്ലൊരു ഗ്രേവി കിട്ടും നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ തക്കാളി. ഇത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് അടുത്ത സ്റ്റൗവിൽ ഞാൻ ചോറിനുള്ള അരി വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ അരി നന്നായിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പൊതുവേ യൂസ് ചെയ്യാറ് നമ്മുടെ കുറുവരി ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാനായിട്ട്. കുക്കറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് കറിയൊക്കെ ആവുന്ന സമയത്ത് ഇതങ്ങോട്ട് ആയി കിട്ടും. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കിയെടുക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ചട്ടി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ ഫ്ലെയിം നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ കറി തിളപ്പിച്ചിട്ടെടുക്കുന്നത്. അപ്പോഴായിരിക്കും എല്ലാം കൂടിയ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് അടിഞ്ഞ് ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുറുക്കി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇനി കുറച്ച് ഗ്രേവി വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ കേട്ടോ. കാരണം ഞാനും മോളൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും ഗ്രേവിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ കുറുക്കി എടുക്കുന്നത് അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിലോട്ടായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ, അപ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാടൻ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലയും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് സ്റ്റൗവിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ ഞാനിത് പതുക്കെ സ്റ്റൗവിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മറ്റൊരു പാനിൽ നമുക്കിത് ഈ ചോറിന് ആവശ്യമായിട്ടുള്ള തോരനാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോവയ്ക്കാണ് തോരനാക്കി എടുക്കുന്നത്. അപ്പോൾ കോവയ്ക്ക് ഞാൻ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് പാന് ചൂടാകുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വരുമ്പോൾ കോവയ്ക്കയും സവാളയും അതുപോലെ പച്ചമുളക് ഇടണം എന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഊണൊക്കെ ആകുന്ന സമയം കൊണ്ട് ലച്ചു സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം ഇപ്പോൾ സമയം ഒരു 1:40 ആയിട്ടുണ്ട്. 1:30 സ്കൂൾ വിടും, പക്ഷേ 1:40 ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തും കേട്ടോ. അടുത്താണ് സ്കൂളിൽ. അപ്പോൾ ഒരു 5 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇനി അവളുടെ ഫ്രഷ് ആയിട്ടൊന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ചോറ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കോവയ്ക്ക തോരനായിട്ടുണ്ട്. തോരനിൽ വേണമെന്നുള്ളവർക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കൊഞ്ച് കറി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കുക, അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. പിന്നെ മോരാക്കിയിട്ടുണ്ട്. മോര് ഇവിടെ ലച്ചുവിനും ഷേത്തുവിനും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മോര് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ലഞ്ച് കഴിക്കട്ടെ. അതിനിടയിൽ ഷേത്തുവിനും കൂടി ലഞ്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ലഞ്ച് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഈ ഒരു വീഡിയോയോട് കൂടി വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഒരുപാട് ലോങ് ആയി കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും ബോറടിച്ച് തുടങ്ങും. അപ്പോൾ ഞാൻ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമ്പോഴാണല്ലോ എനിക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. ഈ ഒരു ചെടി ഞാൻ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ചെടി ഇരുന്ന സ്ഥലം നിന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നീക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഷേത്തു കാണിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ ഇലകളൊക്കെ പതുക്കെ പറിച്ചെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിത് വീണ്ടും അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോയി വെക്കട്ടെ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.